ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നടത്തിയ മർദ്ദനത്തിൽ പുനരന്വേഷണത്തിന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻ മർദ്ദിച്ചത് വിവാദമായിരുന്നു. പുനരന്വേഷണം കോടതി വിധി അനുസരിച്ചാണെന്നും രാഷ്ട്രീയ പ്രതികാരമല്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. മന്ത്രിസഭായോഗ തീരുമാനം സ്വാഭാവിക നീതിയാണെന്ന് അന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവും നിയുക്ത MLA-യുമായ A.D. തോമസ് പ്രതികരിച്ചു. തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസും പ്രതികരിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കരുതെന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു അഭ്യർത്ഥന. ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനുള്ള ഒരു അവകാശം വിനിയോഗിച്ചതിൻ്റെ പേരിൽ തെരുവിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. അതിൽ പല ആളുകളും ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ച് അഭിപ്രായം പറയുവാനുള്ള അവകാശവും പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അത് സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ ഇവരെ സംരക്ഷിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായി കിട്ടിയത് മാത്രം മതി, അല്ലാണ്ട് വേറൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എന്താണോ സംഭവം അതിൻ്റെ ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുക, കൃത്യമായ സാക്ഷികളോട് ചോദിച്ച് അതിൻ്റെ മൊഴി രേഖപ്പെടുത്തുക, ന്യായമായ അന്വേഷണം നടത്തുക, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. ജിബിൻ JB-യാണ് തിരുവനന്തപുരത്തും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിബിൻ, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തായാലും ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്തൊരു സുപ്രധാനമായ തീരുമാനമാണ്. അതിനെ പല രീതികളിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനമാണോ അല്ലെങ്കിൽ ഇടപെടലാണോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ പല രീതിയിലുള്ള വിലയിരുത്തലൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആ കാര്യത്തിൽ വളരെ അഡമന്റായി കാര്യങ്ങൾ പറയുന്നു. ഇതിൽ രാഷ്ട്രീയ പ്രതികരണമോ ഒന്നുമല്ല. അതിന് മുകളിലായി കൃത്യമായി കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവനുസരിച്ച് ഇതുവരെയും ആ കേസുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ ഒരു പുനരന്വേഷണം നടന്നിട്ടില്ല. അതുകൊണ്ട് അതിനെ വീണ്ടും അന്വേഷിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കിയാണ് ആ കാര്യം മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു SIT ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അവരായിരിക്കും അന്വേഷണം നടത്തുക എന്നുകൂടി വ്യക്തമാവുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ജിബിൻ? പ്രജിൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ചിരുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമായിരിക്കുന്നത്. കാരണം 2023 നടന്ന ഈ നവകേരള യാത്രയ്ക്കിടെ വ്യാപകമായ പ്രതിഷേധമാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും KSU പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് ഈ യാത്രയ്ക്ക് നേരെ ഉണ്ടായത്. പക്ഷേ ആ പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉണ്ടായതെന്നാണ് അന്ന് മുതൽ തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കരിങ്കൊടി കാണിക്കാൻ എത്തുകയും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടയാൻ എത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് വലിയ രീതിയിലുള്ള ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. ഇതിനിടെയാണ് ആലപ്പുഴയിൽ എത്തുന്ന സമയത്ത് ആലപ്പുഴയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടിയുമായി പാങ്ങിയെത്തിയ പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വലിയ രീതിയിൽ അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് തന്നെയുള്ള A.D. തോമസ് ആണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് MLA ആയി തന്നെ വിജയിച്ചു വരികയും ചെയ്തത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരു SIT രൂപീകരിച്ച് പുനരന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമാകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രതികാരമല്ല, മറിച്ച് ഒരു പ്രതിഷേധങ്ങൾക്ക് അടിച്ചമർത്തുന്നതിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഈ ഒരു തീരുമാനമെന്നാണ് അന്ന് മർദ്ദനമേറ്റ A.D. തോമസ് MLA തന്നെ പറയുന്നത്. അതിന് കാരണമായി അവർ പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് കേസെടുക്കാൻ തന്നെ ആദ്യം നിഷേധിച്ചത്. കാരണം ഇങ്ങനെ ഒരു കാഴ്ച തൻ്റെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അന്ന് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും പിന്നീടാണ് 2024-25 നവംബറിൽ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി തന്നെ ഇതിലൊരു
പുനരന്വേഷണം ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും അന്നത്തെ സർക്കാർ അത് പുനരന്വേഷണം നടത്താനായി തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ഒരു കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ ഒരു SIT രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർണായക തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്നവരൊക്കെ ഇപ്പോഴും സർവീസിൽ തന്നെയുണ്ട്. അവരെയൊക്കെ തന്നെ ഈ അന്വേഷണ വിധേയമായി തന്നെ ഈ ജോലിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ പുതുതായി രൂപം കൊടുക്കാൻ പോകുന്ന SIT തന്നെ തയ്യാറാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയ പ്രതികാരമാണെന്നുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായേക്കാമെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ മർദ്ദനമേറ്റ AD തോമസ് MLA പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് രാഷ്ട്രീയ പ്രതികാരമല്ല, മറിച്ച് തങ്ങൾക്ക് ലഭിച്ച നീതി എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് AD തോമസ് MLAയും അതുപോലെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ഉൾപ്പെടെയുള്ളവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.